ഫ്രണ്ട്സ്, ഇതൊരു മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന മാജിക്കാണ്. ഇത് സെൽഫ് വർക്കിംഗ് മാജിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും എടുക്കേണ്ട, പ്രിൻസിപ്പിൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇതിൻ്റെ അവസാനം നല്ല ഇമ്പാക്റ്റ് കിട്ടുന്ന മാജിക്കാണ്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഈ മാജിക്ക് കണ്ടതിന് ശേഷം ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതിനവസാനം ഒരു ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്, അതും കാണുക. അപ്പോൾ ഈ മാജിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മാജിക്ക് കാണാം. അപ്പോൾ ഇന്നൊരു മാത്ത് മാജിക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണാത്ത രീതിയിൽ എഴുതണം. മറച്ചു പിടിച്ചോണം. ഇതിനെ ചരിച്ചിങ്ങനെ പിടിച്ച് എഴുതിയാൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നീ ഏതെങ്കിലും ഒരു 3 ഡിജിറ്റുള്ള സംഖ്യ 3 ഡിജിറ്റ് സംഖ്യ എഴുതണം. പക്ഷെ ഒരു കാര്യം, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം 2 2 2 എന്നോ 3 3 2 എന്നൊന്നും എഴുതാൻ പാടില്ല. മൂന്നും ഡിഫറെൻ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. 3 ഡിജിറ്റുള്ള ഏത് ഒരു സംഖ്യ വേണേലും എഴുതാം. എഴുതിക്കോ, എന്നെ കാണിക്കണ്ട. ഒരു 3 ഡിജിറ്റ് നമ്പർ അവിടെ എഴുതാം. എഴുതി കഴിയുമ്പോൾ ഓക്കെ എന്ന് പറയാം. മറച്ചു പിടിച്ചോണേ. പിന്നെ ആ 3 ഡിജിറ്റ് നമ്പറിന്റെ ലാസ്റ്റ്, മിഡിൽ, ഫസ്റ്റ് എന്നുള്ള തല തിരിച്ച് എഴുതാം. അതായത് ഇപ്പോൾ 1 2 3 ആണ്, 3 2 1 എന്നാവും. തല തിരിച്ച് എഴുതിയിട്ട് ഒരു സംഖ്യ ഉണ്ടാക്കി അത് എഴുതണം. ഇപ്പൊ 2 സംഖ്യയില്ലേ, ഒരു സംഖ്യ വലുതും ഒരു സംഖ്യ ചെറുതുമാണ്. ആ വലിയ സംഖ്യ താഴെ എഴുതിയിട്ട് അതിൽ നിന്ന് അല്ല, ഇനി മൂന്നാമത്തെ സ്ഥലത്ത് ആ വലിയ സംഖ്യ എഴുതിയിട്ട് അതിൽ നിന്ന് 50 കൂട്ടണം. 50 കൂട്ടണം. അതിൻ്റെ കൂട്ടണം. എന്നെ കാണിക്കണ്ട, മറിച്ച് 50 കൂട്ടില്ലേ, അപ്പൊ ഒരു സംഖ്യ കിട്ടി. അതിപ്പോ നമുക്ക് നേരത്തെ 2 സംഖ്യ ഉണ്ടായിരുന്നല്ലോ, അതിൽ വലുതും ചെറുതുമായിരുന്നു. ആ വലുതാണ് നമ്മളിപ്പോ ഉപയോഗിച്ചത്. അപ്പൊ ചെറുതവിടെ കിടപ്പുണ്ട്. ആ ചെറിയ സംഖ്യ ഇപ്പൊ കിട്ടിയ സംഖ്യ എന്ന് കുറയ്ക്കണം. ഇപ്പൊ ഒരു സംഖ്യ കിട്ടില്ലേ, ഇപ്പൊ ഈ സംഖ്യ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ സംഖ്യ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ അതിലെ ആദ്യത്തെ അക്കം ഒന്ന് മനസ്സ് വിചാരിച്ചോ. എന്തായിരുന്നു ആദ്യത്തെ അക്കം? പറഞ്ഞു. 6 ആയിരുന്നു. രണ്ടാമത്തെ അക്കം 4ഉം മൂന്നാമത്തെ 4, 6 4 4 ആയിരുന്നു. 6 4 4 6 4 4. ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ മാജിക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം തുടർന്ന് കാണുക. ഇതിൻ്റെ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു മാജിക്കാണ്. അപ്പോൾ ട്യൂട്ടോറിയൽ ഇതെങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഉദാഹരണമായിട്ട് ഇനി ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ ചെയ്തെന്ന്. ആദ്യം 2 5 8 അല്ലേ എന്ന് വിചാരിച്ചത്. അതിൻ്റെ തല തിരിച്ചുള്ളത് 8 5 2 ആയിരുന്നു അല്ലേ. അപ്പൊ 852 കൂടെ 50 കൂട്ടി, അപ്പൊ 902 എന്ന് കിട്ടി. 902 എന്ന് കിട്ടി. ഈ 902 എന്ന് കിട്ടിയപ്പോ അതിൽ നിന്ന് ആദ്യത്തെ 258 ചെറിയ സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞു. 2558 കുറച്ചപ്പോൾ നിനക്ക് കിട്ടിയാണ് 644 എന്നത്. ഇത് മാത്തമാറ്റിക്സ് ആണ്. അത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞ 50 ആയിരുന്നു. അങ്ങനെ 50 ആഡ് ചെയ്യുമ്പോൾ ഇൻവേരിയബിളി മിഡിൽ 4 ആയിരിക്കും.
അപ്പോൾ എനിക്ക് നിങ്ങളുടെ മിഡിൽ 4 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് മിഡിൽ 4 ഞാൻ ആദ്യം എഴുതി വെച്ചോളൂ. പിന്നെ ഇതിന്റെ വേറൊരു പ്രിൻസിപ്പിള് ഫസ്റ്റും ലാസ്റ്റും കൂടെ കൂട്ടിയാൽ ഈ 644 ഈ നമ്പറിൽ ഞാൻ 50 ആഡ് ചെയ്യാൻ പറഞ്ഞ കാരണം ആദ്യത്തെ 4 ആയിരിക്കും എനിക്കറിയാം. അതുപോലെ തന്നെ ആദ്യത്തെ അവസാനത്തെയും കൂടിയ 10 ആയിരിക്കും. അപ്പൊ ആദ്യത്തെ സംഖ്യ ഇവിടെ 6 ആയതുകൊണ്ട് അവസാനത്തെ എനിക്ക് ഊഹിക്കാൻ പറ്റും 4 ആണ്. അപ്പൊ 644. ഇനി നമുക്ക് വേറൊരു ഉദാഹരണത്തിന് ഇത് എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആവും. ഇനി അത് നീ പിന്നെ ഇത് അവിടെ പോയി ഈ ക്യാമറയെ കാണുന്ന രീതിയിൽ എഴുതിക്കണം. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ നീ വേറൊരു നമ്പർ ഇതുപോലെ ഏതെങ്കിലും ഒരു 3 ഡിജിറ്റ് നമ്പർ എഴുതുക. എവിടെ പുതിയ കാൽക്കുലേഷൻ ചെയ്യാൻ പോകും അവിടെ ഒരെണ്ണം എഴുതുക. ഏതെങ്കിലും ഇഷ്ടമുള്ള നമ്പർ എഴുതുക. 3 ഡിജിറ്റ് ആയിരിക്കണം, ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ആയിരിക്കണം. 6, 4, 8 എന്നാണ് എഴുതിയത്. നമുക്കൊരു തിരിച്ചിടുമ്പോൾ എന്താവും? 846 ആവും. 846 എഴുതും. 8, 4, 6. ഇനി ഞാൻ പറഞ്ഞത് വലിയ സംഖ്യയിലൂടെ 50ക്ക് പകരം നമുക്ക് വേറൊരു നമ്പർ കൂട്ടാം. നമുക്കൊരു 40 കൂട്ടാം. അപ്പം അതിലൂടെ 40 കൂട്ടും. 40 കൂട്ടും. അപ്പോൾ കിട്ടിയത് 886 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ചെറിയ നമ്പർ കുറയ്ക്കുക അല്ലേ? അതെ 648 കുറയ്ക്കണം. കുറച്ചോളൂ. അപ്പോൾ 235 കിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിളിനനുസരിച്ച് നമ്മൾ 40 കൂട്ടിയത് കാരണം മിഡിൽ എപ്പോഴും 3 ആയിരിക്കും എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ പ്രേക്ഷകനോട് ചോദിക്കേണ്ടത് ഫസ്റ്റ് ഏതായിരുന്നു എന്നാണ്. മനസ്സിലാലോചിക്കാൻ പറയാം. അപ്പൊ 2 ആന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായ അവസാനത്തെ 8 ആണ്. കാരണം എൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് മിഡിൽ എപ്പോഴും ഈ നമ്മൾ കൂട്ടിയതിനേക്കാൾ 1 കുറവും ഫസ്റ്റും ലാസ്റ്റും കൂടെ കൂട്ടിയ 10 ആകുന്ന ഏതെങ്കിലും ഫിഗർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് 2 ആയത് കാരണം ഇവിടെ 8 വരും. അപ്പൊ 238 നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കളിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന 40ക്ക് പകരം 70 ആയിരിക്കും. 70 പറഞ്ഞാൽ മിഡിൽ 6 ആയിരിക്കും. അത് നമ്മൾ 20 ആണ് പറയുന്നതെങ്കിൽ മിഡിൽ 1 ആയിരിക്കും. അങ്ങനെ നമ്മൾ കൂട്ടിച്ചോണ്ടിരിക്കുമ്പോൾ 2 ഡിജിറ്റ് ഫിഗർ ആയിരിക്കണം കൂട്ടിച്ചോണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഏത് നമ്പർ മനസ്സിൽ പ്രഷർ വിചാരിച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇത് മാത്തമാറ്റിക്കൽ മാജിക്കാണ്. ഇത് എപ്പോൾ ചെയ്താലും ഇത് ഒരു കറക്റ്റായിട്ട് ഫിഗർ റിസൾട്ട് കിട്ടില്ല. മനസ്സിലായി.